പ്രചുരമായിക്കൊണ്ടിരിക്കുന്ന കൃഷിയാണ് മുയൽ വളർത്തൽ. മുയലിറച്ചിക്ക് പ്രചാരം ഏറി വരുന്നു. കാരണം അത് മറ്റു വളർത്തുമൃഗങ്ങളുടെ മാംസം പോലെയല്ല. അത് നമ്മുടെ കൊളസ്ട്രോൾ നിരക്ക് കൂട്ടുന്നില്ല. ഈ സാധ്യതയും ടോണി മാത്യു പ്രയോജനപ്പെടുത്താമെന്ന് വെച്ചു. പുല്ല് വളർത്തു യന്ത്രത്തിന്റെ സഹായത്തോടെ യന്ത്രം വന്നതോടെ പുല്ലുക്ഷാമം തീർന്നല്ലോ. അങ്ങനെ മുയൽ കൃഷിയും തുടങ്ങി. അവിടെയും പ്രകടിപ്പിച്ചു സ്വതസിദ്ധമായ ആ സാങ്കേതിക തികവ്. മുയലിന് ഏറ്റവും കൂടുതൽ അനുകൂല കാലാവസ്ഥ എന്ന് പറയുന്നത് 15 to 25 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിനിടയ്ക്കാണ് മുയൽ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, കൂടുതൽ കുഞ്ഞുങ്ങളെ തരും. അപ്പൊ ചൂട് ഇതിന് സഹിക്കാൻ പാടില്ല, വലിയ ബുദ്ധിമുട്ടാണ്. മുയൽ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതിന് വേർത്തൂരൊന്നും ഇല്ലാത്ത ജീവികളാണ്. അപ്പൊ അതിനാണ് ഇവിടെ തണുപ്പ് തന്നെ കൊടുക്കുന്നത്. നല്ല തുറന്നായിട്ട് കിടക്കണം, കാറ്റ് കയറി കിടക്കണം, ഏറ്റവും തണുപ്പ്. മുയൽ കൃഷി കൂടി തുടങ്ങിയതോടെ പുല്ല് വളർത്തൽ യന്ത്രം ഇവിടെ തീർത്തും പ്രയോജനപ്പെട്ടു എന്ന് പറയാം. പശുവിനും മുയലിനും ആവശ്യത്തിന് പുല്ലായി. കൊച്ചുകുട്ടികൾ കേൾക്കുന്നതല്ലേ, അത് ഇവിടെ തുറന്നാൽ അവിടെ കരയാൻ തോന്നും. ഇതിന്റെ മണം അറിയുമ്പോ തന്നെ. മുയലിന് മാത്രം കുറച്ച് വെള്ളം കളയാൻ വേണ്ടി കുറച്ച് സമയം എടുത്ത് വെളിയിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കണ്ടന്റ് കൂടുതലായി. ഈ കണ്ടെയ്നറും ഹ്യൂമിഡിഫയറും ഈ മൊത്തം ഈ സാധനത്തിന് 70 സ്ക്വയർ ഫീറ്റ് ഏരിയ. ഇതാ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിന്റേതായ രീതിയിൽ തന്നെ ഇത് അതിന് വേണ്ടിയുള്ള കൺട്രോൾ പാനലാണ്. ഇതിനകത്ത് ഇത് ഹ്യൂമിഡിഫയറാണ്, ഈർപ്പം ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് ഈർപ്പം ഉണ്ടാക്കിയിട്ട് ഇതിനകത്തൂടെ ഒരു ബ്ലോവർ വെച്ച് ബ്ലോ ചെയ്ത് കൊടുക്കുക. 2 ഫാനുണ്ട്. ഇതിനകത്തുള്ള വായു വലിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഈർപ്പം ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവരിക. എന്തെങ്കിലും ഫൗൾ എയർ ഉണ്ടെങ്കിൽ, മോശമായ വായു ഉണ്ടെങ്കിൽ അത് മേളിൽ കൂടെ എക്സോസ്റ്റ് ഉണ്ട്, മേളിൽ ആ വെന്റിലേറ്റർ കൂടെ ആ ശീതവായു പോയിക്കോളും. ബാക്കിയെല്ലാം ഹ്യൂമിഡിറ്റി കൺട്രോൾ. ഈ തൊഴുത്തിന്റെ സന്നിധാനത്തിന് മുമ്പ് ഒരു സവിശേഷത. ടോണി മാത്യുവിന്റെ സാങ്കേതിക തികവിന്റെ മറ്റൊരു ഉദാഹരണം. ഈ തൊഴുത്ത് കണ്ടാല് ചീപ്പാണെന്ന് പറയും, വളരെ ലോ കോസ്റ്റ് ആണെന്ന് പറയും. ശരിക്കും ലോ കോസ്റ്റ് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് ഭയങ്കര വിരോധമാണ്. ഇത് അനിമൽ ഫ്രണ്ട്ലിയാണ്, ഹ്യൂമൻ ഫ്രണ്ട്ലി അല്ല, അനിമൽ ഫ്രണ്ട്ലി തൊഴുത്താണ്. തൊഴുത്തിന്റെ മേൽക്കൂര ഞങ്ങൾ ഓല കൊണ്ടാണ്. ഓല തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇപ്പൊ കേരളത്തിൽ ഓല കിട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഓല കൊണ്ട് കെട്ടിയിട്ട് അതിന് മേളിൽ പ്ലാസ്റ്റിക് വെറുതെ വെച്ചിരിക്കുകയാണ്, ഓല ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് റബ്ബർ മാറ്റാണ്. മൃഗങ്ങൾക്ക് നല്ലതാണ്, കിടന്നിട്ടുള്ള പരിപ്പുണ്ടാവുന്നില്ല, കുളമ്പ് കഴിഞ്ഞ് തീരുന്നില്ല. അതുപോലെ ഏത് സമയം ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ വേണമെന്ന് പറഞ്ഞാൽ അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിലാണ് ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബോർഡ് വേണ്ട. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അറിയുന്നതാണ്. ഈ പാത്രത്തിലെ കുടിവെള്ളം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. അവിടെ ഒരു ചെറിയ സംവിധാനമായിരുന്നു ഒരുക്കിയിട്ടുള്ളൂ. 130 രൂപ മുടക്കി ഒരു കാർഗോ വാങ്ങിയിട്ട് കാർഗോയ്ക്ക് അത് ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറയുന്നതിനനുസരിച്ച് വന്നിട്ട് ഏത് സമയത്ത് പശു കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ അതുപോലെ ഇവിടെ 2 വെറൈറ്റി, ഒരു തൊഴുത്തിൽ തന്നെ 2 വെറൈറ്റിയാണ് മെത്തേഡ് ഓഫ് ടൈം. ടെയിൽ ടു ടെയിൽ മെത്തേഡുണ്ട്, ഫേസ് ടു ഫേസ് മെത്തേഡുണ്ട്. 2 മെത്തേഡ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്ത് കാണിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഏതാണെന്ന് ജനങ്ങൾ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ടെയിൽ ടു ടെയിൽ മെത്തേഡാണ് ഏറ്റവും നല്ലത്. ഒരു പശുവിന്റെ പെടലി തുടങ്ങി പുറകിലേക്കാണ് 80% ജോലിയുണ്ട്. പെടലിക്ക് മുന്നിലേക്ക് 20% ജോലിയുണ്ട്. തീറ്റ കൊടുക്കുക, വെള്ളം കൊടുക്കുക, വല്ല മരുന്നും കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് അധികം ജോലികൾ അതിന്റെ ഫ്രണ്ടിലേക്കില്ല. അതേസമയം പെടലി തുടങ്ങി പുറകിലേക്കാണ് ബാക്കി എല്ലാ ജോലിയും വരുന്നത്. കറവയുണ്ട്, ഇൻസുമിനേഷൻ ഉണ്ട്, റാവിനെടുക്കലുണ്ട്, ചാണം വാരലുണ്ട്, മൂത്രമൊഴിക്കലുണ്ട്, കുളിപ്പീരുണ്ട്. എല്ലാ ജോലിയും പശുവിന്റെ 80% ജോലി പുറകിലേക്കാണ്. അപ്പൊ 2 പശുക്കളെ അതിന്റെ ടെയിൽ ടു ടെയിൽ അതിന്റെ വാല് നമ്മളിൽ അടുപ്പിച്ച് കൊണ്ടുവന്ന് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പമുണ്ടാകും. 2 കയ്യിൽ 20 പശുവിനെ കെട്ടിയിരിക്കുന്നതാണത് ടെയിൽ ടു ടെയിൽ മെത്തേഡിലാണ് കെട്ടിയിരിക്കുന്നത്. അതില് മിൽക്കിംഗ് കറവേണ്ടത്തിലുള്ള ഒറ്റ കൈ കെട്ടാൽ മതി. പശുവിന്റെ കുറെ ഭാഗം 2 കൂടെ സെൻട്രൽ വരുന്നതുകൊണ്ട് 1 ലിറ്റർ മതി മൂത്രം പോകാനായിട്ട്. കുളിപ്പിച്ച വെള്ളം വേസ്റ്റ് വാട്ടർ പോകാൻ 1 ലിറ്റർ മതി. പിന്നെ കറവേണ്ടത്തിനാണ് ഒറ്റ കൈ കെട്ടാൽ മതി. അതുപോലെ ചാണകം കോരിക്കൊണ്ടുപോകുന്ന വീൽബാരോ കൊണ്ടുപോകുന്നതിന് ഒറ്റ റൂട്ടിൽ പോയ 2ന്റെയും ചാണകം കോരിയിട്ടുണ്ട് പോകാൻ പറ്റും. രണ്ടാമത് ഏറ്റവും വലിയ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂലാണ്. ഫേസ് ടു ഫേസിലാണെന്നുണ്ടെങ്കിൽ ഉച്ഛ്വാസവായു 2 പശുക്കളുടെയും ഉച്ഛ്വാസവായു സെൻട്രൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കും. അപ്പൊ ഫ്രഷ് എയർ കിട്ടത്തില്ല, ഉച്ഛ്വാസവായു കാർബൺ ഡയോക്സൈഡ് അവിടെ കൂടുതലുള്ളൂ. അതേസമയം പശുവിന്റെ മുഖം 2ഉം തൊഴുത്തിന് വെളിയിലേക്കാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രഷ് എയർ ഏത് സമയത്ത് ശ്വസിച്ചുകൊണ്ടിരിക്കും. കൃഷിക്കാരന് കാലഘട്ടത്തെക്കുറിച്ചുള്ള ബോധ്യം വേണം, വരും കാലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വേണം. പ്രതിസന്ധിയിലെ മറികടക്കാൻ ഇതൊക്കെയും കൂടിയേ കഴിയൂ. ഇതൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നയാ പൈസയുടെ കാലിത്തീറ്റ വാങ്ങാതെയും പശുവിനെ വളർത്താമെന്ന് ടോണി മാത്യുവിന് തെളിയിക്കാനായത്.